ഒരു മരണവീട്. അവിടെ നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സ്വഭാവങ്ങളൊക്കെ ഒത്തുവരുന്ന കഥാപാത്രങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. അതിനൊക്കെ കൃത്യമായി പ്ലേസ് ചെയ്ത് കൃത്യമായി അറേഞ്ച് ചെയ്തുകൊണ്ട് ഹ്യൂമറിനും ഇമോഷൻസിനും ഒക്കെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഹ്യൂമറാണ് കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറേ ചിരിക്കാനുണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാനും കുറച്ചൊക്കെ ഉണ്ട്. ചില കഥാപാത്രങ്ങൾ അത് ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമേഴ്സിൻ്റെ അടുത്ത് എന്നൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന, നല്ല മ്യൂസിക്കുള്ള, നല്ല വിഷ്വലുള്ള, രസകരമായൊരു സിനിമ എന്നാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് ചിരിച്ചു, കുറച്ച് രസിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ചിരിയൊന്നും വരില്ല, എന്നാൽ പോലും നല്ല രസമുള്ള പരിപാടിയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതുപോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാനാണെങ്കിൽ പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ പോലും നമുക്കൊരു കുറവ് പറയാനോ മോശം പറയാനോ ഒന്നുമില്ല. ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ, സിനിമ തുടങ്ങി വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അയ്യോ ഇവരാരാണിത്, ഇവരെന്താണിത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നത് പോലെ അങ്ങനെ ഇഷ്ടം തോന്നിയ 2 പെർഫോമൻസുകൾ. അതിലൊന്ന് നമുക്ക് സ്ഥിരം അറിയാവുന്ന ഒരാളാണ്, മറ്റൊന്ന് അശ്വതി ചന്ദ് കിഷോർ എന്ന് പറയുന്ന ഇതിൽ അനശ്വരയുടെ അമ്മയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി ഇടിവട്ടായിരുന്നു. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഈ പറയുന്ന അമ്മയുടെ വേവലാതിയാണ്, പക്ഷേ നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറേ രസകരമായ മൊമെൻറ്റ്സിൽ ഈ ചിന്തിക്കാതെ അമ്മമാർ ചെയ്യുന്ന കുറേ വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന് ഗംഭീരമായിട്ട് പുള്ളിക്കാരി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവരെ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോയിൽ ഈ അനശ്വരയും കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്, സ്കൂളാണോ കോളേജാണെന്ന് അറിയില്ല, അപ്പോൾ എല്ലാവരും നിന്ന് ഡാൻസ് കളിക്കുക. അതിൻ്റെ ഇടയിൽ പവർ പാക്ക് പെർഫോമൻസിലാണ് ഇവരെ കണ്ടിട്ടുള്ളത്. അത് കണ്ടിട്ട് ഞാൻ ഈ സിനിമയിൽ ഇവരെ കാണുമ്പോൾ എന്ത് റേഞ്ചാണത് എന്ന് തോന്നിപ്പോയി. അതുപോലെ തന്നെ ഈ പറയുന്ന ഹ്യൂമർ എലമെൻറ്റ് കഴിഞ്ഞ് അവർ കുറച്ച് സീരിയസ് ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അവർ കൊടുക്കുന്നൊരു ലുക്കൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അസീസ് നെടുമങ്ങാടാണ് അനശ്വരയുടെ അച്ഛൻ. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അടുത്ത് ഇവരിങ്ങനെ നടന്ന് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുകയാണ്, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ. അങ്ങനെ വന്നിട്ട് അവർ കൊടുക്കുന്നൊരു നോട്ടമുണ്ട്, അയ്യോ അടിപൊളിയായിട്ട് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസ് നെടുമങ്ങാട് പൊളിച്ചിട്ടുണ്ട് തുടക്കം മുതൽ. അതായത് അസീസ് നെടുമങ്ങാടിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളിലുള്ള യാതൊരു സാധനങ്ങളും ഇല്ലാതെയാണ് എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തത്. ആക്ച്വലി ഈ സിനിമ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മതത്തിൽ അല്ലെങ്കിൽ ഒരു ജാതിയിലേക്ക് തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അധികാര പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അധികാര സ്ഥാപനങ്ങളെ, വ്യക്തികളെ ഒക്കെ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു ഹെൽപ്ലെസ് ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനെ, കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ ഗംഭീരമായിട്ട് അസീസ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നോബി വളരെ രസമായിട്ട് ചെയ്തു. പിന്നെ ഇതിൽ ഒടക്ക് വെക്കുന്ന അയൽക്കാരുണ്ട്, പ്രസന്നനും അയാളുടെ ഭാര്യയും. ഞാൻ സിനിമ കഴിഞ്ഞപ്പോൾ എണീറ്റ് നിന്ന് ഈ പെർഫോം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി പോകുന്നത് അങ്ങനെ ഫോട്ടോ എടുത്തു. കാരണം ഇവരിൽ പലരെയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൻ ആർട്ടിസ്റ്റുകൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളെയും ടാഗ് ചെയ്യണമല്ലോ, അങ്ങനെ പലപ്പോഴും കാണാറില്ല. അല്ലെങ്കിൽ സിനിമയുടെ ഒരു പ്രൊമോഷണൽ പേജിൽ നമ്മൾ ഇതിൽ പല ആളുകളുടെയും പേര് കാണാറില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. കാര്യം ഇവരുടെയൊക്കെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രസന്നൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് സജി സബാന എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ശൈലജ പി അമ്പു, അവരെ നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അവരൊരു അസാധ്യ ആർട്ടിസ്റ്റാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ക്യാരക്ടേഴ്സാണ് അവരെ തേടി എത്തുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ പരിപാടികളും അവരുടെ കയ്യിലുണ്ട്. മലയാള ചലച്ചിത്ര പ്രവർത്തകർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഇതിൽ മെമ്പറായിട്ട് വന്നിട്ടുള്ള ജാസിം ഹാഷിം, അയാൾ ആക്ച്വലി ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കോമഡി റീൽസൊക്കെ ചെയ്ത് അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ്. സിനിമകളിലും നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ക്യാരക്ടറിനെയോ ആ റീല് ചെയ്യുന്ന ആളെയോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ശരിക്കും ആ മെമ്പറെ കാണുകയാണ്. അതിൻ്റെ ഒരു കലിപ്പ് സാധനമൊക്കെ ഉണ്ട്. ഈ കരയോഗം ഭാഗമായിട്ട് അതിൻ്റെ ഒരു മേലധികാരിയായിട്ട് വരുന്ന ബൈജു അവതരിപ്പിക്കുന്ന ക്യാരക്ടറും ഈ പുള്ളിയും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ബൈജു ചേട്ടനോടൊപ്പം കട്ടക്കി നിൽക്കുന്നുണ്ട്. ബൈജു ചേട്ടൻ എന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഈ പറയുന്ന പെർഫോമൻസുകളുടെ ലിസ്റ്റിൽ പുള്ളിനെ പ്രത്യേകം എടുത്ത് പറയുമൊന്നുമില്ല. കാര്യം അങ്ങേര് ആസ് യൂഷ്വൽ അർമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന താരതമ്യേന വളരെ തുടക്കക്കാരായിട്ടുള്ള അഭിനേതാക്കളിൽ നിന്ന് പെർഫോം ചെയ്യുന്നത്. അതിൽ ജാസിമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റീന ഇന്ദ്രായണി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൽ ഗിരിജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് അപാരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ, എല്ലാ മരിപ്പ് വീട്ടിലും ഈ സൈസ് ഒരു അമ്മായി ഉണ്ടാവും. നമുക്ക് എടുത്ത് അങ്ങനെ കണക്കിലിടാൻ തോന്നുന്ന, അതെന്തൊരു രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് പറയാനുണ്ട്. ജോമോൻ ചൗധരി ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ ആ ഒരു ടിപ്പിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊരു രസമുണ്ട്. സിജു സണ്ണിയുടെ ക്യാരക്ടർ, മല്ലിക സുകുമാരൻ, വളരെ കുറച്ച് മാത്രമാണ് അവർക്ക് സ്ക്രീൻ സ്പേസ് ഉള്ളതെങ്കിലും ഈ മല്ലിക സുകുമാരൻ എന്ന് പറയുന്നൊരു ഫിഗർ, അതിനോട് നമുക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അതിനൊക്കെ സിനിമയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അഖിലിൻ്റെ അച്ഛൻ, അഖിലിൻ്റെ അമ്മ, വിജി തമ്പി, നീരജ രാജേന്ദ്രൻ, ഇവർ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നറിയോ, കുറച്ച് ക്യാരക്ടർ കോമ്പോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 3 പേരടങ്ങുന്ന
സാധനങ്ങളും ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ആ കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമറൊക്കെ അതിനെ കൃത്യമായ ഒരു നൂലിൽ കോർത്തെടുത്തിട്ട് ഇവർ സ്ക്രിപ്റ്റിൽ പ്ലേസ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് എൻ്റെ തോന്നലാണ്. എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹ്യൂമർ വർക്കാവാൻ സാധ്യതയുള്ള കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അതിനെടുക്കുക. അവർ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ കാണുന്നത് നമുക്കിത് കോമഡിയാണ്. കാരണം നമ്മളൊക്കെ മരണ വീട്ടിൽ നിൽക്കുമ്പോൾ അന്ന് നമ്മൾ സെൻറ്റി അടിച്ചാണ് പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയതെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ വൻ കോമഡികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വർക്കാവുന്ന ആ കോമ്പിനേഷൻസ് എടുത്ത് ഇവർ കൃത്യമായി പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ വളരെ രസമുള്ളൊരു കോമ്പിനേഷനാണ് വിജയ് തമ്പിയും നീരജ രാജേന്ദ്രൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാര്യാഭർത്താക്കന്മാരുടെ കോമ്പിനേഷൻ. നല്ല രസമുണ്ടായിരുന്നു. സന്ധ്യ നായർ, ശക്തി ലവർ എന്നാണ് അവർ ക്രെഡിറ്റിൽ കൊടുത്തിട്ടുള്ളത്. പുള്ളിക്കാരി രസമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ആൻഡ് പെയിൻറ്റ് പണിക്ക് വരുന്ന സന്ദീപും അനിയും ദീപു നാവായിക്കുളവും അജിത് കുമാറുമാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. മച്ചന്മാർ പൊളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ, എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. ഈ മുതലെടുപ്പ്, അബദ്ധം പറ്റൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു കോമ്പിനേഷൻ. അത് ഭയങ്കര രസമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇതിൻ്റെ OTT ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ റീലിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻ അതാണ്. അത് അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭയങ്കര മൈന്യൂട്ട് സാധനങ്ങളാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അയൽക്കാരും ബന്ധുക്കളുമായി വന്ന സ്ത്രീകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. SK മിനി, സരോജ പ്രകാശ്, ശ്രുതി കാർത്തിക, വിജയകുമാരി, പ്രസന്ന കാരേറ്റ്, ശ്രീജ സലി, നന്ദന, വന്ദന, സീമ സിന്ധു കൃഷ്ണൻ, അനാമിക സലി. അങ്ങനെ ഇതിനകത്ത് നമ്മൾ കാണുന്ന എല്ലാ ചേച്ചിമാർക്കും ഓരോ സാധനമുണ്ട്. ഈ അടുക്കളയിൽ ഇവർ സ്ത്രീകൾ കൂട്ടം കൂടി എന്ന് വർത്താനം പറയുമ്പോൾ ഇതിനിടയിൽ ഓരോ കാര്യങ്ങൾ എടുക്കാൻ ആൾക്കാർ വരിക. അപ്പോൾ അതിനിടയിലുള്ള കോൺവെർസേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്രയും നാച്ചുറലായിരുന്നു. കുറച്ച് ചേച്ചിമാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല, എല്ലാവരും നാച്ചുറലായിരുന്നു. നമുക്ക് അത്രയും ബിലീവബിളായി അത്രയും ഗംഭീരമായിട്ട് അത് കൊണ്ടുവന്നതിൽ പെർഫോമൻസ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇവർക്കൊക്കെ പെർഫോം ചെയ്യാനുള്ള ഈ സ്പേസ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിലെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതൊരു വൻ സംഭവമാണ്. സിറ്റുവേഷനിലാണ് ഇതിൻ്റെ അതിനിടയ്ക്ക് അനശ്വരയുടെ കാര്യം പറയാൻ വിട്ടുപോയി. അനശ്വര ആസ് യൂഷ്വൽ അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ തൊട്ട് മുമ്പുള്ള പല റിവ്യൂ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഹ്യൂമറിലേക്ക് വരുമ്പോൾ അനശ്വര കുറേയും കൂടി വർക്ക് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. മോശമാക്കിയിട്ടുണ്ടെന്നുള്ളതല്ല. അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയിൽ എന്താണിത് എന്ന് നമ്മൾ പറയുന്നത് അതൊരു ഒരു പ്രാദേശിക സ്വഭാവമാണ്. പക്ഷേ അനശ്വര ഈ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വാക്കുകളൊക്കെ പറയുമ്പോഴും മറ്റ് സംസാരങ്ങളിലൊക്കെ വീണ്ടും ആ പഴയ ടോണിലേക്ക് തന്നെ പോകുന്നത് പോലെ തോന്നി. കുറച്ച് ആളുകൾ ഗംഭീരമായിട്ട് ആ ലോക്കൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കുറച്ച് ആളുകൾ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അനശ്വരയുടെ ഡയലോഗ് ഡെലിവറിയിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ടൊരു കൺവിൻസിങ് ഫാക്ടർ വന്നിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ഭാഗമായതിൽ എനിക്ക് അനശ്വരയോട് ശരിക്കും താങ്ക്സ് എന്നാണ് പറയാനുള്ളത്. കാരണം ഇതൊരു കുഞ്ഞു സിനിമയാണ്, രസമുള്ള സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമകളും സംഭവിക്കണം, അത് നമ്മൾ പ്രേക്ഷകർ കാണണം. ആക്ച്വലി ഇത് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് കണ്ട നീയൊക്കെ കാണിക്കുന്ന കോമഡിയാണ് എന്ന് പറയുന്ന ആ ഒരു വിമർശനം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളുണ്ടായി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു പോസ്റ്റർ ഗേൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവരെ കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ കയറുക എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷണൽ പരിപാടികൾ എടുത്ത് നോക്കിയാൽ, ഇതിൻ്റെ OTT റൈറ്റ്സ് സെയിലാവുന്നത് നോക്കിയാൽ അവിടെയൊക്കെ അനശ്വര എന്ന് പറയുന്ന ആ ഒരു ഫേസിനൊരു വലിയ വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ ഇതിന് കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. പൊതുവേ 1-2 സിനിമയിൽ നായികയായി കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഒന്നും നായികയായിട്ട് അഭിനയിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ ഞാൻ ചെയ്യില്ല, ഇത്ര ബഡ്ജറ്റിലുള്ള സിനിമയാണെന്നൊക്കെയുള്ള പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനശ്വര ഇങ്ങനൊരു സിനിമയിൽ ഭാഗമാവുക എന്നുള്ളത്, ഞാൻ ഈ നേരത്തെ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് കുറേയും കൂടി ശ്രദ്ധ നേടാനുള്ള ഒരു സ്പേസ് ഒരുക്കാൻ അവരും കൂടി സഹായിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ എനിക്ക് അനശ്വരയോട് ആക്ച്വലി നന്ദി പറയണമെന്നാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ സിറ്റുവേഷനാണ് മുഴുവൻ. ആകെ ഇത്ര ഉള്ളൂന്നേ, ഒരു അമ്മൂമ്മ മരിച്ചു, അമ്മൂമ്മേനെ അടക്കി, കഴിഞ്ഞു. ഇതിനിടയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ഓരോ ആൾക്കാർ, അവരുടെ ഈ ഇൻ്റർപേഴ്സണൽ പരിപാടികൾ, അവിടെ വന്നു പോകുന്ന കുറേ മുതലെടുപ്പുകാർ, പിന്നെ ഈ നാട്ടുകാർ, എല്ലാവരും ഈ കരഞ്ഞ് കാണിക്കുമെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടികളാണ്. അതിനെയൊക്കെ ആ സിറ്റുവേഷനിൽ കൃത്യമായി കൊണ്ടുവന്ന് ആ ഹ്യൂമർ വർക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വളരെയധികം പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിലൂടെ അവർ വിമർശിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. സംഘടനാപരമായി ജാതി മത ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, മറ്റ് സംഘടനകളുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരതിൽ നിന്ന് തിരിച്ചു നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുതലുണ്ട്. പിന്നെ ഈ ചടങ്ങുകൾ, ആചാരങ്ങൾ, ഇതിലൊക്കെ വരുന്ന കുറേ കോമഡികളുണ്ട്. ഇതിനൊക്കെ വളരെ രസമായി തന്നെ സിനിമ വിമർശിക്കുന്നുണ്ട്. എന്നാൽ വിമർശിച്ചവൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലല്ല, നമുക്ക് ചിരി വരും. കാര്യം ഇതൊക്കെ ഉള്ളതാണ്, ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇട്ട് ഇതിൻ്റെ അകത്ത് കോമഡി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പറയേണ്ടത് അങ്കിത് മേനോൻ്റെ മ്യൂസിക് പാട്ടുകൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു തമിഴ് എനർജറ്റിക് പാട്ടുകളുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ടാണോ ഇവർ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് തോന്നി. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഓളം നിർത്തിക്കൊണ്ട് പോരാൻ ഇതിലെ പാട്ടുകൾക്ക് സാധിക്കുന്നുണ്ട്. ടൈറ്റിൽ വരുന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ടിന് ഈ സിനിമയിൽ ഒരു വൈബ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ മ്യൂസിക് സൗണ്ട് വിഭാഗം വളരെ നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിഷ്വലിയും അവർ ചെയ്യാവുന്നത് അത്രയും നീറ്റായിട്ട് തന്നെ, ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വീടും അവിടെയുള്ള കുറച്ച് ആളുകളും
പക്ഷേ അതിനെ ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആയി അവതരിപ്പിക്കാൻ അവർക്ക് പറ്റി. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന്, ഒരാൾ മരിച്ചു അടക്കി, അതിനിടയിലുള്ള കുറേ ഹ്യൂമർ സാധനങ്ങൾ ഒട്ടും ബോറടിപ്പിക്കാതെ രസകരമായി നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ കുറ്റമായിട്ടൊന്നും പറയാനൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു കൊച്ചു പടമാണ്, നമ്മൾ വൻ പ്രതീക്ഷകളോടെ ചിരിച്ചു കുന്തം പറഞ്ഞ് അങ്ങനെയല്ല, നമ്മളെ ചിരിപ്പിക്കാനുള്ളതൊക്കെ സിനിമയിലുണ്ട്. എനിക്കങ്ങനെ ഒരു മോശം എന്ന് പറയാൻ തോന്നിയില്ല. മാത്രമല്ല നമ്മളിപ്പോൾ കുട്ടികളുമായി പോകുക എന്ന് പറയുന്നത്, തൊട്ട് മുമ്പ് ഞാൻ റോന്തിൻ്റെ റിവ്യൂ ആണ് ഇട്ടത്. അവിടെ ഈ പറയുന്ന മരിച്ചു കിടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കുട്ടികളെന്നല്ല, മുതിർന്ന ആളുകളാണെങ്കിലും ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. പക്ഷേ ആസ് എ മൂവി കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഗംഭീര പടമാണ്. എന്നാൽ പോലും കുട്ടികളായിട്ട് പോകുമ്പം എനിക്കത് അത്ര അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ സിനിമ ഞാൻ ടോട്ടൽ ഫാമിലിയായിട്ട് പെറുക്കിയെടുത്ത് പോകാവുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു മരണം നടന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ ആചാര പാചകമടി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ട് സ്വന്തം അമ്മയുമായിട്ട് വരെ ആർഗ്യൂ ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര രസമുള്ളതാണ്. നമ്മൾ ഇതിൽ ഈ വിശ്വാസവും ആചാരവും കൂടി ചേരുന്നതുകൊണ്ടും ഈ ഇമോഷണൽ സാധനങ്ങളും കൂടി ചേരുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവാത്ത ആൾക്കും ആയ ആൾക്കൊക്കെ ഇത് പറഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു രസകരമായ മരിപ്പ് വീട്ടിലേക്കുള്ള യാത്രയാണത്. എന്നാൽ ഇവിടെ കൊള്ളിക്കുന്ന കുറച്ച് സാധനങ്ങളും സിനിമയിലുണ്ട്. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. പക്ഷേ സിനിമ ഓരോരുത്തർക്കും പേഴ്സണലാണ്. ഈ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാനീ പറഞ്ഞൊന്നുമല്ല, ഇതിനേക്കാൾ ഗംഭീരമാണ് എന്നും തോന്നിയേക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.